إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا المال والبنون زينة الحياة الدنيا والباقيات الصالحات خير عند ربك ثوابا وخير أملا സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, സർവ്വലോക രക്ഷിതാവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ നിഖില മേഖലകളിലും യഥോചിതം കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ആമുഖമായി എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അത്തരത്തിൽ അള്ളാഹുവിന്റെ സച്ചരിതരായ നല്ല അടിമകൾ ഉൾപ്പെടുവാനും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വിദ്യാർത്ഥിയോട് നിങ്ങൾക്ക് ആരാണ് ഭാവിയിൽ ആവാൻ ആഗ്രഹമെന്ന് ചോദിച്ച ഒരു ഉപന്യാസത്തിന്റെ ചോദ്യത്തിനോട് ആ കുട്ടി പ്രതികരിച്ച ഒരു കഥ പറയാറുണ്ട്. ആ കുട്ടി ആ ചോദ്യത്തിനുള്ള ഉത്തരം എഴുതിയത്, എനിക്ക് ഭാവിയിൽ എൻ്റെ ഉമ്മയുടെ മൊബൈൽ ആയാൽ മതി എന്നതായിരുന്നു. ഉമ്മയോട് ഏറ്റവും അധികം ആഴത്തിൽ സ്നേഹമുള്ള ഗാഠമായ ബന്ധമുള്ള വസ്തു അത് മൊബൈലായിരുന്നു. ഇത് കണ്ടപ്പോ ടീച്ചർ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, അപ്പൊ ഉമ്മയുമായിട്ടാണ് പ്രശ്നമുള്ളൂ അല്ലെ, ഉപ്പയുമായിട്ട് കുഴപ്പമുണ്ടാവില്ല എന്ന ധാരണയിൽ ഉപ്പയെ പറ്റി ചോദിച്ചപ്പോ കുട്ടി പറയുന്നുണ്ട്, ഉപ്പയെ ഞാൻ കാണാറ് പോലുമില്ല, ഉപ്പയുടേതായ തിരക്കുകളാണ്. ഉപ്പയെ നേരാവണ്ണം കാണാത്ത, ഉപ്പയുമായി സംസാരിക്കാത്തൊരു കുട്ടി, ഉപ്പയോട് എന്തായിരിക്കും ആ കുട്ടിയുടെ ബന്ധം നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ രൂപത്തിലാണ് പലപ്പോഴും നമ്മുടെയൊക്കെ മക്കളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു സമീപനം പൊതുവെ കാണാറുള്ളത്. എല്ലാ രക്ഷിതാക്കളും ഇങ്ങനെ മക്കളെ നോക്കിക്കാണുന്നു എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് ഭൂരിഭാഗം രക്ഷിതാക്കളും മക്കൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രതിസന്ധികളോ വന്നു കഴിഞ്ഞാൽ മാത്രം തിരിഞ്ഞാലോചിക്കുകയും എന്തെങ്കിലും പ്രശ്നം എന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന് അപ്പോൾ മാത്രം ആലോചിക്കുന്ന, കുട്ടികളുടെ മനസ്സറിയാതെ പെരുമാറുന്ന ഒരു പ്രകൃതം പലപ്പോഴും ഇന്ന് ഭൂരിഭാഗം സമുദായങ്ങളിലും കണ്ടുവരാറുണ്ട്. മുസ്ലിം അമുസ്ലിം ഭേദമില്ലാതെ അത്തരത്തിൽ മക്കളുടെ വിഷയത്തിലെ ശ്രദ്ധയും താല്പര്യവും ഒക്കെ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം ഇന്ന് സംജാതമായിട്ടുണ്ട്. നാം ആലോചിച്ച് നോക്കേണ്ടത്, ഇന്ന് നമ്മുടെ മക്കൾ, അവരെ പറ്റി നമ്മൾ കേൾക്കുന്ന വാർത്തകൾ, ഒരുപക്ഷെ നമ്മുടെ മകനോ നമ്മുടെ മകളോ നമ്മളുമായി ബന്ധപ്പെട്ട കുട്ടികളോ അത്തരം കൂട്ടത്തിൽ ഇല്ല എന്ന് നമുക്ക് സമാശ്വസിക്കാം. പക്ഷേ നമ്മൾ കേൾക്കുന്ന വാർത്തകൾ അത്രമേൽ ഭീതിതമാണ്. ആലോചിച്ചു, കഴിഞ്ഞ 1-2 ആഴ്ചകൾക്കപ്പുറം നാം കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ, കേരളത്തിൽ ഒരു പേപ്പർ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ കൊലപാതകങ്ങളോ ലഹരിയോ ഇല്ലാത്ത ഒരു ന്യൂസും കാണാൻ കഴിയില്ല. ആ രൂപത്തിൽ സാർവത്രികമായിക്കൊണ്ട് കുട്ടികൾ മുതിർന്നവരെ ആക്രമിക്കുന്ന, കുട്ടികൾ പരസ്പരം തല്ലുകൂടുന്ന അത്തരം വാർത്തകളും അതിനൊക്കെ കിട്ടുന്ന ഒരു റീച്ചും നമ്മൾ ഓരോ ദിവസവും കണ്ടുവരുന്നതാണ്. ഉമ്മയെ കുത്തിക്കൊലപ്പെടുത്തിയ, വെട്ടിക്കൊലപ്പെടുത്തിയ മകൻ,
ഉപ്പയോട് കയർത്ത് സംസാരിക്കുകയും ലഹരി ഉപയോഗിക്കാൻ സമ്മതിക്കുന്നില്ല എന്നതിന്റെ പേരിൽ മാത്രം ഉപ്പയെ വെട്ടിയ മകൻ, അധ്യാപകനോട് കയർത്ത് സംസാരിക്കുന്ന, ലഹരി എന്ന വിഷയത്തെ എവിടെയൊക്കെ നമ്മൾ കാണാൻ കഴിയുന്നുവോ അവിടെയെല്ലാം പെരുമാറ്റത്തിലെ വളരെ വിപുലമായ രൂപത്തിലുള്ള മാറ്റങ്ങൾ നമ്മൾ ഇന്നത്തെ കുട്ടികൾ കണ്ടുവരികയാണ്. അതുപോലെ തന്നെ മറ്റനേകം വിഷയങ്ങൾ, ലൈംഗികമായ ആഭാസങ്ങൾ. ഇന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ യാതൊരു അതിരുകളും അരുതുകളും ആവശ്യമില്ല, ഞങ്ങൾക്ക് സ്വതന്ത്രമായ ഒരു ലോകമാണ് ആവശ്യം എന്ന് മുറവിളി കൂട്ടുന്ന, അതിനുവേണ്ടി അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളെ കാണാൻ കഴിയും. ക്യാമ്പസുകളിലും സ്കൂളിലും പോയി കഴിഞ്ഞാൽ ഇവിടെ ഇത്തരത്തിൽ ഞങ്ങളോടാരും നോ എന്ന് പറയേണ്ടതില്ല, ഞങ്ങൾ ഞങ്ങളുടെ ലോകത്താണ് ജീവിക്കുന്നത്, അത്തരമൊരു സ്വതന്ത്ര ലോകമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറയുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളെ കാണാൻ കഴിയും. അതുപോലെ ആഘോഷങ്ങൾ, എന്തും സെലിബ്രേറ്റ് ചെയ്യുക, അടിച്ചു പൊളിക്കുക എന്നൊരു ചിന്ത മാത്രമുള്ള DJ നൈറ്റുകളും കൺസേർട്ടുകളും രാത്രിയിലെ പാർട്ടികളും നിശാ പാർട്ടികളും അതുപോലെ തന്നെ രാത്രിയിൽ നൈറ്റ് ലൈഫും ഒക്കെ ആസ്വദിച്ചിറങ്ങുന്ന ഒരു കൂട്ടം വിദ്യാർത്ഥികളും കാണാൻ കഴിയും. ഇതുപോലെ തന്നെ അവരുടെ പെരുമാറ്റം നോക്കുകയാണെങ്കിൽ അനുസരണ ഇല്ലാത്ത, മുതിർന്നവരോട് എങ്ങനെ പെരുമാറണമെന്നും ഒരു സദസ്സിൽ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കണമെന്നും ഒരാളോട് പുഞ്ചിരിക്കണമെന്ന് പോലും പലപ്പോഴും അവരുടെ ചിന്തയിലില്ലാത്ത, അവരുടെ ചർച്ചകളിൽ വരാത്ത ഒരു കൂട്ടം വിദ്യാർത്ഥികൾ. ഞാൻ ഈ പറയുന്നതെല്ലാം ഇന്നത്തെ വിദ്യാർത്ഥികൾ മുഴുവനും ഈ രൂപത്തിലാണ് എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ഒരുപാടധികം ഇത്തരം വാർത്തകൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും കാതലായ ചില മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളുകയാണ്. അതിനുള്ള യഥാർത്ഥ പരിഹാരം എന്നത് നാം ഏവർക്കും അറിയാവുന്നതുപോലെ തന്നെ എല്ലാ മതപരമായ കാര്യങ്ങളും വളരെ ചിട്ടയോടെ മുറുകെ പിടിക്കുന്ന ആളുകൾ എന്ന നിലയ്ക്ക് യഥാർത്ഥ പരിഹാരവും ആത്യന്തികമായി നമ്മൾ നോക്കുകയാണെങ്കിൽ അത് മതത്തിന് തന്നെയാണ് പറയാനുള്ളത്. മക്കളെ ഏറ്റവും പുതിയ കാലം എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തുമ്പോൾ യഥാർത്ഥത്തിൽ ഈ പുതിയ കാലത്തും മക്കളെ എങ്ങനെയാണ് ദീനിൽ അടിയുറച്ചു നിർത്താൻ കഴിയുക എന്ന ചിന്തയായിരിക്കണം നമുക്ക് ഏവർക്കും ഉണ്ടാവേണ്ടത്. ഇവിടെ ആമുഖത്തിൽ ഓതിവെച്ച ആയത്ത് സൂറത്തുൽ കഹ്ഫിലെ അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയാ, അൽമാലു വൽ ബനൂൻ, നിങ്ങളുടെ സമ്പാദ്യവും നിങ്ങളുടെ മക്കളും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരു അലങ്കാരമായിട്ടാണ് അല്ലാഹു നിങ്ങൾക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്കൊരു അലങ്കാരമായി നിങ്ങളുടെ മക്കളെ നിശ്ചയിച്ചു എന്ന് ഖുർആൻ ഇവിടെ പറയുന്നു. ഇതേ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്, ഇന്നമാ അംവാലുക്കും വ ഔലാദുക്കും ഫിത്ന, നിങ്ങളുടെ ധനവും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ സന്താനങ്ങളും നിങ്ങളുടെ മക്കളും നിങ്ങൾക്ക് ഫിത്നയാണ്, നിങ്ങൾക്കൊരു പരീക്ഷണമാണ് എന്ന്. ഒരേ സമയം അലങ്കാരമായിക്കൊണ്ടും അതേസമയം തന്നെ ഒരു പരീക്ഷണമായിക്കൊണ്ടും ഖുർആൻ ഇവിടെ നമ്മുടെ മക്കളെ പറ്റി, പുതിയ കാലത്തെ നമ്മൾ എപ്പോഴും ആശങ്കയോടുകൂടി മാത്രം നോക്കിക്കാണുന്ന പുതിയ തലമുറയെ കുറിച്ച്, നമ്മുടെ സന്താനങ്ങളെ കുറിച്ച് ഖുർആനോട് പരിചയപ്പെടുത്തുകയാണ്. നാം ഏവരും ചിന്തിച്ചു നോക്കേണ്ടത്, ഒരേ സമയം അലങ്കാരവും ഒരേ സമയം നമുക്കൊരു പരീക്ഷണവുമാണെങ്കിൽ എങ്ങനെയാണ് ഈ അലങ്കാരമാവുന്ന മക്കളെ ആ രൂപത്തിൽ തന്നെ നമുക്ക് കൺകുളിർമയോടുകൂടി നിലനിർത്താൻ നാം ചെയ്യേണ്ട കാര്യങ്ങൾ? അതിൽ കാതലായ ചില മാറ്റങ്ങൾ നമ്മുടെ പക്ഷത്തു നിന്നും ഉണ്ടാവേണ്ടതില്ലേ എന്ന ചിന്തയായിരിക്കും നമുക്ക് ഉണ്ടാവേണ്ടത്. പക്ഷെ മറിച്ച് ഇവിടെ ഉണ്ടാവുന്ന ഒരു സാഹചര്യം, ഇപ്പോഴത്തെ കുട്ടികളുടെ അവസ്ഥ മൊത്തം ഇങ്ങനെയാണ്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, കാലം അങ്ങനെയാണ്, കാലം മാറിക്കഴിഞ്ഞു. പുതിയ കാലം മുഴുവൻ ഇത്തരത്തിലുള്ള എല്ലാ ട്രെൻഡുകൾക്കും ഒപ്പം പോകുന്ന, നമ്മൾ പറഞ്ഞാലൊന്നും കേൾക്കാൻ പോകുന്നില്ല, അങ്ങനെയായി കഴിഞ്ഞു, പുതിയ കാലമല്ലേ അതൊക്കെ തന്നെ ആയിരിക്കും എന്ന് വിധി എഴുതുന്ന രൂപത്തിലേക്ക് പല ചർച്ചകളും സംസാരങ്ങളും പോകുന്ന ഒരു സാഹചര്യവും നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഭൗതികമായി തന്നെ ഇത്തരം വിഷയങ്ങളുടെ പല പഠനങ്ങളും പറയുന്നത്, ഒരുപാട് തലമുറകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും പുതിയ തലമുറയാണ് പ്രശ്നം എന്നാണല്ലോ ഇത്തരം ആളുകൾ പറയുന്നത്. നാം ആലോചിച്ച് നോക്കേണ്ടത്, പുതിയ തലമുറയിലാണോ പ്രശ്നം അല്ലെങ്കിൽ തലമുറയ്ക്കാണോ ഈ കാലത്തിനാണോ പ്രശ്നം എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുമ്പോൾ ഭൗതികമായ പല പഠനങ്ങളും പറയുന്നത് 1980-കൾക്ക് മുമ്പ് ജനിച്ച ആളുകൾ, അതായത് ഇന്നത്തെ വല്യപ്പമാരും വല്യമ്മമാരുമായിട്ടുള്ള ഇത്തരം ആളുകൾ, കുറച്ച് പ്രായമുള്ള ആളുകൾ, അവരെ ടെക്നോളജിയുടെ ആസ്പെക്റ്റിൽ പറയുന്ന അവരെ ജനറേഷൻ എക്സ് എന്നാണ്, ജെൻ എക്സ്. ഈ ജനറേഷൻ എക്സിൽപ്പെട്ട ഇപ്പോഴത്തെ വല്യമ്മമാരും വല്യപ്പമാരുമായിട്ടുള്ള ആളുകൾക്ക് പ്രത്യേകത, അവർ ടെക്നോളജിയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ വളർന്നുന്ന ആളുകളാണ്. അവരുടെ ചെറുപ്പകാലത്ത് ടെക്നോളജി എന്ന സാധനമേ ഉണ്ടായിരുന്നില്ല, അതിങ്ങനെ ഏറ്റവും ശൈശവ ദശയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അതിനുശേഷം വന്ന ഇപ്പോഴത്തെ രക്ഷിതാക്കളായിട്ടുള്ള 1996-ന് മുമ്പ് ജനിച്ച ആളുകൾ, ജനറേഷൻ വൈ എന്നാണ് അവർ പറയാ. ഈ 1996-ന് മുമ്പ് ജനിച്ച ആളുകൾ, അവർക്ക് ടെക്നോളജി എങ്ങനെയാണോ ഉണ്ടായി വന്നത് അതെല്ലാം കൃത്യമായി അറിയുന്ന ആളുകളായിരുന്നു. അവർക്ക് ടെക്നോളജിയെ മുഴുവൻ അറിയുന്ന ആളുകളൊന്നും അല്ല, പക്ഷെ അത് ഉണ്ടായ സമയം മുതൽ തന്നെ അവരും ഉണ്ട് എന്നതുകൊണ്ട് തന്നെ അവർക്ക് അതിനെപ്പറ്റി കൃത്യമായ ഒരു ധാരണയുള്ള ആളുകളായിട്ട് ഇപ്പോഴത്തെ രക്ഷിതാക്കളെ കാണാൻ കഴിയും. ഇനി അതും കഴിഞ്ഞ് വരുന്ന ഇപ്പോഴത്തെ മുതിർന്ന കുട്ടികൾ, അവരെ ജെൻ സെഡ് എന്നാണ് പറയാ, ജനറേഷൻ സെഡ്, ജെൻ സി എന്നൊക്കെ പറയും. ഈ കുട്ടികളുടെ പ്രത്യേകത, അവർ സ്മാർട്ട് ഫോണുകളും സോഷ്യൽ മീഡിയയും ടെക്നോളജികളും ഒക്കെ എങ്ങനെയാണോ വികാസം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നത് അതൊക്കെ കൃത്യമായി അറിഞ്ഞ് അതിനോടൊപ്പം സഞ്ചരിച്ച്, എങ്ങനെയാണോ തൊട്ടിൽ കിടന്നവർ വളരുന്നത് ആ സമയത്ത് പോലും ടെക്നോളജിയുടെ കൂടെ സഞ്ചരിച്ച് വന്ന ആളുകളാണ് ജെൻ സി എന്ന് പറയുന്ന 2012-ന് മുമ്പ് ജനിച്ച ഇപ്പോഴത്തെ മുതിർന്ന കുട്ടികൾ.
ഇതിനും ശേഷം വന്ന ആൽഫ ജനറേഷൻ എന്ന് പറയുന്ന 2025 മുമ്പ് ജനിക്കുന്ന 2012-നും 25-നും ഇടയിൽ ജനിച്ച കുട്ടികളെ പറയാറുള്ളത് ആൽഫ ജനറേഷൻ എന്നാണ്. ഈ കുട്ടികളുടെ പ്രത്യേകതയായിട്ട് പറയുന്നത് ടെക്നോളജിയുടെ ഏറ്റവും ഉത്തുംഗതയിലുള്ള പുതിയ സാധനങ്ങളും ടെക്നോളജികളും ഒക്കെ, റോബോട്ടിക്സും AI ഒക്കെ അതിന്റെ ഏറ്റവും പൂർണ്ണതയിൽ അറിയുന്ന, ഒരുപക്ഷെ നമുക്ക് അവരുടെ ഭാഷ നമുക്ക് അവരോട് സംസാരിക്കുമ്പോൾ നമുക്കറിയാത്ത, അവർ തമ്മിൽ മറ്റു പല കോഡ് ഭാഷകളുമുള്ള അത്തരത്തിൽ പുതിയ കാലത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയി വളർന്നു വരുന്ന കുട്ടികളെയാണ് ഈ ഒരു ആസ്പെക്ടിൽ ആൽഫ ജനറേഷൻ എന്ന് പറയുന്നത്. ഞാനത് പറഞ്ഞെന്ന് വെച്ചാൽ, ഇങ്ങനെ തലമുറകളിൽ കാതലായ പല മാറ്റങ്ങളും കാലങ്ങളായിക്കൊണ്ട് തന്നെ ക്രമാതീതമായി ഉണ്ടായി വരുന്നുണ്ട്. ഇതൊരു യാഥാർത്ഥ്യമായി ഒരു നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത്തരം പഠനങ്ങളുടെ എല്ലാം റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ ആ മാറ്റങ്ങൾ ഉണ്ടാവുന്നത് തലമുറകൾക്കല്ല, മറിച്ച് ഈ തലമുറകൾ ജീവിച്ചു വരുന്ന ജീവിത സാഹചര്യങ്ങളിലാണ് മാറ്റം എന്നതാണ് ഇതിനൊരു രത്ന ചുരുക്കം നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത്, പുതിയ കാലത്തെ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോഴും നമ്മൾ അവരെ അഭിമുഖീകരിക്കേണ്ടത് ഇന്നത്തെ കാലത്ത് അവർക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങളോടാണ്. അല്ലാതെ ആ തലമുറ മൊത്തം പോക്കാണ്, മോശമാണ് എന്ന രൂപത്തിലായിരിക്കരുത് നമ്മുടെ ചിന്താഗതി പോകേണ്ടത്. നമുക്കും ഒരുപക്ഷെ ആലോചിച്ചു, ഇന്ന് നമ്മളൊരു 10-ാം വയസ്സുള്ള ഒരു 10 വയസ്സുള്ള ഒരു ബാലനോ ഒരു ബാലികയാണ് ഈ ഇരിക്കുന്ന ഉമ്മമാരും ഉപ്പമാരും എങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കുക, ഇന്നത്തെ കുട്ടികൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെയായിരിക്കും നമ്മുടെയും പെരുമാറ്റം. അവർ ഫോണിനോട് എത്രത്തോളം ആഭിമുഖ്യം കാണിക്കുന്നുവോ അതുപോലെ തന്നെയായിരിക്കും നമ്മളും ഉണ്ടാവുക. അവരുടെ സ്ഥാനത്ത് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് കാലത്തിനല്ല മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, അവരുടെ കാലഘട്ടത്തിനോ തലമുറയ്ക്കോ അല്ല, മറിച്ച് ആ കാലത്തുണ്ടാവുന്ന ജീവിത സാഹചര്യങ്ങളിലാണ് പല മാറ്റങ്ങളും ഉണ്ടാവുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം. അതുപോലെ തന്നെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ, ചെറിയ പ്രായത്തിലുള്ള മക്കളോട് നമ്മൾ സംവദിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട അവരുടെ സാഹചര്യത്തെ കുറിച്ചാണ്. ഒരു പ്രശ്നം മുന്നിൽ കണ്ടുകൊണ്ട് ആ പ്രശ്നത്തെ മാത്രം അഡ്രസ് ചെയ്യുന്ന, ലഹരി എന്നതൊരു വലിയ പ്രശ്നമാണ്, ഈ ലഹരി എന്ന വിഷയത്തെ മാത്രം അഡ്രസ് ചെയ്യുന്ന ആളുകളെ നമ്മൾ മാറരുത്. നമ്മുടെ കുട്ടികളിലേക്ക് എങ്ങനെയാണ് ലഹരി വരുന്നത്, എങ്ങനെയാണ് ഈ ആഭാസങ്ങളെല്ലാം നമ്മുടെ മകൻ അല്ലെങ്കിൽ നമ്മുടെ മകൾ ഇത്രയധികം ദീനി ചിട്ടയോടുകൂടി നമ്മൾ കൊണ്ടു നടന്ന 10 വരെ 12 വരെയൊക്കെ മദ്രസ പഠിപ്പിച്ച, ദീനി ബോധം നൽകിയിട്ടുള്ള, നമസ്കാരം കൃത്യമായി നോക്കിയിട്ടുള്ള, അവരെ അത്തരം കൃത്യമായ രൂപത്തിൽ നമ്മൾ രക്ഷാകർത്തൃത്വം നടത്തിയിട്ടുള്ള ഈ കുട്ടിയിലേക്ക് എങ്ങനെയാണ് ഇത്തരം തിന്മകൾ എത്തുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടതുണ്ട്. കുട്ടികൾ ഇന്ന് വളരുന്ന, അവർ ജീവിക്കുന്ന അവരുടെ സാഹചര്യങ്ങളെ പറ്റി കൃത്യമായ ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഈ ബോധ്യം ഉണ്ടെങ്കിലാണ് ലഹരിയാവട്ടെ, ലൈംഗിക ആഭാസങ്ങളാവട്ടെ, അവർ നേരിടുന്ന പല ഇത്തരത്തിലുള്ള സ്വതന്ത്ര ലോകത്തിന്റെ അല്ലെങ്കിൽ മതമില്ലാത്ത ലോകത്തിന്റെ ഒക്കെ പല ആളുകളും അവരിലേക്ക് ഇൻജെക്ട് ചെയ്യുന്ന, ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ അവർ കാണുന്ന ചില റീലുകളായിരിക്കാം, ചില വീഡിയോകളായിരിക്കാം അവർ അത്തരം ചിന്തകളിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. അപ്പോൾ എന്താണ് അതിന് പിന്നിലുള്ള കാരണം എന്നായിരിക്കും നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലാതെ ആ കാരണത്തെ മാത്രം കുറ്റം പറഞ്ഞുകൊണ്ട് നമ്മുടെ കുട്ടിയും ആ കൂട്ടത്തിൽ ഉണ്ടാവും എന്ന ധാരണയായിരിക്കും നമുക്ക് ഉണ്ടാവേണ്ടത്. ഈ ഒരു ചിന്തയാണ് നമ്മളെ പല തിരുത്തലുകളിലേക്കും ലീഡ് ചെയ്യുന്നത് നാം തിരിച്ചറിയണം. പലപ്പോഴും ഉണ്ടാവുന്ന ഒരു യാഥാർത്ഥ്യം എന്ന് വെച്ചാൽ, ചില ആളുകൾക്ക് ഒരു ചിന്താഗതിയാണ്. ഒന്ന്, 3-4 തരത്തിൽ പലപ്പോഴും മക്കളെ പറ്റി ആലോചിക്കുന്ന രക്ഷിതാക്കളെ കാണാൻ കഴിയും. ഒന്നാമതായി ചില ചിന്തിക്കുന്ന ആളുകൾ, അവൻ എത്ര പറഞ്ഞാലും നന്നാവില്ല, അവളെ ഞാൻ ഒരുപാട് തവണ ഉപദേശിച്ചതാണ്, എന്നെ കൊണ്ട് കഴിയുന്ന എല്ലാ സകല സന്നാഹങ്ങളും ഞാൻ എടുത്തുകൊണ്ട് ഉപദേശം നടത്തി കഴിഞ്ഞു, പക്ഷെ അവനൊരു മാറ്റവും ഉണ്ടാവില്ല, അവൻ അങ്ങനെ തന്നെയാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം രക്ഷിതാക്കളെ കാണാൻ കഴിയും. രണ്ടാമത്തെ ഒരു കൂട്ടം കാണാൻ കഴിയുന്നത്, ഞാൻ എന്ത് പറഞ്ഞോ അതൊന്നും അവൻ ചെയ്യില്ല, ഞാൻ എന്ത് പറഞ്ഞാലും അവൻ ഇല്ല ഇല്ല എന്ന് പറയുന്ന ആ ഒരു പരാതി മാത്രം എപ്പോഴും ഉന്നയിക്കുന്ന ഒരു കൂട്ടം രക്ഷിതാക്കളാണ്. മൂന്നാമത്തെ കൂട്ടം രക്ഷിതാക്കളെ കാണാൻ കഴിയുന്നത്, എന്റെ കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല, സാഹചര്യം എന്തായിക്കോട്ടെ, ലഹരിയോ എന്ത് പ്രശ്നമായിക്കോട്ടെ, വരുന്ന വാർത്തകളൊന്നും എനിക്ക് പ്രശ്നമല്ല, എന്റെ കുട്ടി അതൊന്നും ചെയ്യില്ല, വളരെ നല്ല കുട്ടിയാണ്, നല്ല മകനാണ്, നല്ല മകളാണ് എന്ന് മാത്രം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഓവർ കോൺഫിഡൻസ്, ഒരു അമിത ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന രക്ഷിതാക്കളെയും കാണാൻ കഴിയും. നാലാമതായി ഒരു കൂട്ടം രക്ഷിതാക്കൾ പറയാറുള്ളത്, അവന് വേണ്ട എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു, അവൾക്ക് വേണ്ട ഫോൺ ഞാൻ വാങ്ങിക്കൊടുത്തു, വേണ്ട വിദ്യാഭ്യാസം ഞാൻ നൽകി, മദ്രസ വിദ്യാഭ്യാസം ഞാൻ പകർന്നു കൊടുത്തു, എന്റെ ഉത്തരവാദിത്വമൊക്കെ കഴിഞ്ഞു, ഇനി അവനാണ് ജീവിക്കേണ്ടത്, അവൻ എല്ലാ കാര്യവും പറഞ്ഞു കൊടുത്തു, എനിക്കിനി വേറെ ഉത്തരവാദിത്വം ഒന്നുമില്ല, കാലം എങ്ങനെ മാറിയാലും അത് ജീവിക്കാനുള്ള ഒരു പ്രാപ്തി അവനുണ്ട്, അതുകൊണ്ട് ഇനി ഞാൻ നോക്കേണ്ടതില്ല എന്നൊരു ചിന്താഗതി നമുക്ക് കാണാൻ കഴിയും. യഥാർത്ഥത്തിൽ ഇതൊന്നും ശരിയല്ല. ഇസ്ലാമികമായി നമ്മൾ നോക്കുകയാണെങ്കിൽ മക്കളെ വളരെ കൃത്യമായി ഗൈഡ് ചെയ്ത് അവർക്ക് വേണ്ട തസ്കിയത്തും തർബിയത്തും ആവശ്യമായ സമയങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെ അവരെ ചേർത്ത് പിടിച്ച് വളർത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നോക്കൂ, എന്ത് തന്നെ സാഹചര്യമാണെങ്കിലും നമ്മുടെ മക്കളെല്ലാം ജനിക്കുമ്പോൾ ഏറ്റവും ശുദ്ധ പ്രകൃതി ജനിച്ച മക്കളാണ്. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാവരും നല്ല ഫിത്രത്തിലാണ് ജനിക്കുന്നത്, ശുദ്ധ പ്രകൃതിയിൽ യാതൊരു തെറ്റും കളങ്കവും ആദർശ വൈകല്യങ്ങളും ഒന്നുമില്ലാത്ത രൂപത്തിൽ രുജുമനസ്കരായിക്കൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ ജനിച്ച മക്കളാണ്
മക്കളാണ് അവരൊക്കെ. പക്ഷെ പിന്നീട് അവരുടെ സാഹചര്യങ്ങളിലുള്ള മാറ്റങ്ങൾ വരുമ്പോൾ നമ്മൾ ചിന്തിച്ചു നോക്കേണ്ടത് രണ്ട് പ്രശ്നങ്ങളായിരിക്കാം നമുക്കുണ്ടാവുന്നത്. നമുക്ക് അവരോടുള്ള പെരുമാറ്റത്തിൽ രണ്ട് കാരണങ്ങൾ ഉണ്ടായേക്കാം. ഒന്ന്, നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള അറിവില്ലായ്മയാണ്. അവരോട് എങ്ങനെ പെരുമാറണം, എന്തായിരിക്കണം അവരുടെ രീതിശാസ്ത്രം, അതറിയാത്ത അറിവില്ലായ്മയാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ ഒരു വിഷയം എന്നുള്ളത് അശ്രദ്ധയാണ്. എങ്ങനെയെങ്കിലും ആയിക്കോട്ടെ പ്രശ്നമില്ല എന്ന് പറയുന്ന മക്കളുടെ വിഷയത്തിൽ ഗൗരവപൂർവ്വം ചിന്തിക്കാത്ത ഒരു കൂട്ടം രക്ഷിതാക്കളെയും കാണാൻ കഴിയും. ഇത് രണ്ടും നമുക്ക് ഇല്ലാതിരിക്കാൻ നാം ചിന്തിച്ചു നോക്കേണ്ടത് പരിഹാരം നമ്മൾ തന്നെ കാണണം. ഈ ഖുതുബ കേൾക്കുന്ന, സംസാരിക്കുന്ന, ആലോചിക്കുന്ന, ചിന്തിക്കുന്ന മുസ്ലിമീങ്ങളായിട്ടുള്ള ആളുകൾ നമുക്കറിയാം നമ്മളിലൂടെ പരിഹാരം ഉണ്ടാവും എന്നത്. ആ കുട്ടി സ്വയം ചിന്തിച്ചുകൊണ്ട് ഒരിക്കലും ഈ പ്രശ്നങ്ങൾക്കെല്ലാം കൂടെ പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. പരിഹാരം നമ്മൾ ഉണ്ടാക്കാൻ പറയുമ്പോഴും പലപ്പോഴും ചിന്തിക്കുന്ന ഒരു വിഷയം, അതൊന്ന് വീട്ടിൽ പോയിട്ട് വേണം ഭാര്യയോട് കുറച്ച് കാര്യങ്ങൾ പറയാൻ, അവൾക്ക് കുറച്ച് മാറ്റം വരുത്താനുണ്ട് എന്ന് ചിന്തിക്കുന്ന ഭർത്താക്കന്മാരും, ഇനി ഭാര്യമാരാണെങ്കിൽ വീട്ടിൽ പോയിട്ട് മൂപ്പരോട് കുറച്ച് കാര്യം പറയാനുണ്ട്, മൂപ്പരാണ് കുറച്ച് മാറ്റം വരുത്താനുള്ളത് എന്ന് ചിന്തിക്കുന്ന ഭാര്യമാരും ആലോചിച്ച് നോക്കുക. നമ്മളിലാണ് മാറ്റങ്ങൾ തുടങ്ങേണ്ടത്. ഞാൻ എന്ന ഉപ്പ, ഞാൻ എന്ന ഉമ്മ, ഞാൻ എന്ന സഹോദരൻ, ഞാൻ എന്ന സഹോദരി, എന്റെ പുതിയ തലമുറയിൽ വരുന്ന പുതിയ കുട്ടികളെ മാറ്റിയെടുക്കാനുള്ള മാറ്റങ്ങൾ എന്നിൽ നിന്ന് ചില തിരുത്തുകൾ തുടങ്ങേണ്ടതുണ്ട്. ആ തിരുത്തുകൾ ഇവിടെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഓരോ കുട്ടിയും വ്യത്യസ്ത സാഹചര്യത്തിലാണ് വളരുന്നത്. ഒരു കുട്ടിയും മറ്റൊരു കുട്ടിയെ പോലെയല്ല. 5 മക്കളുള്ള ഒരു ഉമ്മയ്ക്ക് അറിയാം ആ ഉമ്മയുടെ ഏറ്റവും മൂത്ത കുട്ടിയുടെ സ്വഭാവമായിരിക്കില്ല ഏറ്റവും ചെറിയ കുട്ടിക്ക്. അജഗജാന്തരമായിരിക്കും അവർ തമ്മിലുള്ള സ്വഭാവത്തിന്റെ വൈപുല്യങ്ങൾ, വലിയ മാറ്റങ്ങളായിരിക്കും ഉണ്ടാവുക. അത് സ്വാഭാവികമാണ്. ഒരു ചായ നമ്മൾ എന്നും കുടിക്കുന്ന ചായ, ആ ചായ എന്നും കുടിക്കുമ്പോൾ നമ്മൾ പിന്നെ ഒഴിക്കുന്ന പാലിന്റെ അളവ് എന്നും ഒരുപോലെയാണ്, എന്നും ഉപയോഗിക്കുന്ന ചായപ്പൊടിയുടെ അളവ് ഒരുപോലെയാണ്, പഞ്ചസാരയുടെ അളവ് ഒരുപോലെയാണ്, ഉപയോഗിക്കുന്ന ചൂട് ഒരുപോലെയാണ്. എന്നിട്ടും ചായയിൽ വൈവിധ്യങ്ങൾ ഉണ്ടാവുന്നില്ലേ? വ്യത്യസ്ത ടേസ്റ്റുകൾ, രുചികൾ നമുക്ക് ലഭിക്കുന്നില്ലേ? ഒരു ചായ പോലും അങ്ങനെയാണെങ്കിൽ മക്കളുടെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. ചിന്തിക്കുന്ന, ആലോചിക്കുന്ന, അവർ ഒരുപാട് വിഷയങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്ന മക്കൾ, അവർക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യാം, ഒരുപോലെ വളർത്താം. മൂത്ത മകനെ വളർത്തിയതുപോലെ തന്നെ ചെറിയ കുട്ടിയുമാവണം എന്ന ചിന്ത നമുക്ക് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. ഓരോ കുട്ടിയെയും വ്യത്യസ്തമായി തന്നെ നോക്കിക്കാണാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നാം മനസ്സിലാക്കേണ്ടത്, ഗർഭപാത്രം മുതൽ തന്നെ ഈ വൈവിധ്യം ഉണ്ടാവും. ഒരുപക്ഷെ നമ്മുടെ മകൻ അവൻ ഗർഭപാത്രത്തിൽ, നമ്മുടെ ഉമ്മയുടെ പിന്നെ നമ്മുടെ ഭാര്യയുടെ ഗർഭപാത്രത്തിലാവുന്ന സമയത്ത് ആ കുട്ടിക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഹുവല്ലദീ യുസബ്ബിറുകും ഫിൽ അർഹാമി കൈഫ യശാ. അല്ലാഹുവിന് അറിയാം ആ കുട്ടി എങ്ങനെയാണ് ഉണ്ടായി വരേണ്ടത്. താൻ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഗർഭപാത്രത്തിലെ കുട്ടിയെ മാറ്റം ഉണ്ടാക്കുന്നത്, അവന്റെ നിറമാവട്ടെ, വർണ്ണമാവട്ടെ, അവന്റെ ആകാര വടിവാവട്ടെ, ശരീര പിന്നെ ഭാഷയാവട്ടെ, ഇതെല്ലാം ഉണ്ടാക്കി മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലാഹുവാണ്. ഗർഭകാലം മുതൽ തന്നെ ഈ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നാം ചിന്തിക്കേണ്ടത്, ആ സമയത്ത് നമുക്ക് യാതൊരു കൈകടത്തലും നടത്താൻ കഴിയില്ല. ശേഷം പുറത്തേക്ക് വരുന്ന ആ കുട്ടി ഈ ഭൂമിയിലെ ജീവിത സാഹചര്യങ്ങൾ നമ്മളിലൂടെ, നമ്മളെന്ന രക്ഷാകർത്താവിലൂടെ നോക്കിക്കാണുമ്പോൾ അവിടെ ചില മാറ്റങ്ങൾ അനിവാര്യമാണ്. പാരന്റിംഗ് എന്ന വിഷയത്തിൽ, രക്ഷാകർത്തൃത്വം എന്ന വിഷയത്തിൽ നാം ഏവരും PhD എടുക്കേണ്ട വിഷയമാണ്. ഒരുപക്ഷെ അത്രത്തോളം ഗൗരവത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നമ്മൾ അറിയില്ല. മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്ന ഒരു കാലത്തോട് സഞ്ചരിക്കുമ്പോൾ നമുക്കും ചില മാറ്റങ്ങൾ അനിവാര്യമാണ് എന്ന ചിന്തയാണ് നമുക്കൊക്കെ ഉണ്ടാവേണ്ടത്. നമ്മൾ എങ്ങനെയാണോ നമ്മുടെ മക്കളോട് പെരുമാറുന്നത്, അതുപോലെയായിരിക്കും ആ മക്കളുടെ ജീവിതവും. നമ്മൾ എങ്ങനെയാണോ, നമ്മളെയാണ് അവർ കണ്ട് ഒപ്പി എടുത്ത് വളരുന്നത്. ഒരു ഹദീസിൽ കാണാൻ കഴിയും, അൽ അബ്നാഉ സിർറു അബീ. ഒരു മാതാവിന്റെയോ പിതാവിന്റെയോ രഹസ്യ സൂക്ഷിപ്പുകാരനാണ് മക്കൾ എന്ന് പറയാറുണ്ട്. ഒരു കുട്ടിയെ കണ്ടാൽ അറിയാം ആ കുട്ടിയുടെ ഉപ്പ എങ്ങനെയാണ് എന്നത്. ഉപ്പയെ അതുപോലെ തന്നെ കണ്ട് കോപ്പി അടിച്ച് വളരുന്ന കുട്ടികളും കാണാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ അവർക്ക് മാതൃകയാവുന്നതിനപ്പുറം പലപ്പോഴും ഉണ്ടാവുന്നത് കുട്ടികളോട് വലിയ ഉപദേശങ്ങൾ പറയണം. പഠിക്കണം, നന്നായി പഠിക്കണം, ഫോൺ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഉപ്പ നിരന്തരം ഫോൺ ഉപയോഗിക്കുന്ന ഉപ്പയാണെങ്കിലോ, പഠനത്തെ പറ്റി യാതൊരു ചിന്തയും ഇല്ലാതെ 10ാം ക്ലാസ് എപ്പോൾ പഠിച്ചു നിർത്തി പിന്നീട് അതിനെപ്പറ്റി ചിന്തിക്കുക പോലും ചെയ്യാതെ പഠിക്കുന്ന മാത്രം പറയുന്ന കുട്ടികൾ, അവരെങ്ങനെയാണ് ആ കുട്ടികൾ ആ ഉപ്പയെ നോക്കി കാണുക? അല്ലെങ്കിൽ നന്നായി പെരുമാറണമെന്ന് നിരന്തരം പറയുന്ന ഉപ്പ എപ്പോഴും ഉമ്മയോട് തർക്കിക്കുന്ന, വീട്ടിൽ എപ്പോഴും വലിയ പിന്നെ പ്രക്ഷോഭങ്ങൾ മാത്രം നടക്കുന്ന ഒരു വീടും അന്തരീക്ഷവുമാണെങ്കിലോ, ആ കുട്ടി എങ്ങനെയായിരിക്കും ആ ഉപ്പയുടെ ഉപദേശങ്ങൾ നോക്കി കാണുക? ഉപ്പയുടെ രഹസ്യ ജീവിതം അത്ര കണ്ട് സൂക്ഷ്മമല്ലാത്ത ഒരു ഉപ്പയാണെങ്കിൽ ആ ഉപ്പയെ എങ്ങനെയായിരിക്കും ആ കുട്ടി മാതൃകയാക്കുക? ഇങ്ങനെ തുടങ്ങി നമ്മളെ അടിപടലം നമ്മുടെ കുട്ടി വാച്ച് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. നമ്മളെ രക്ഷാകർത്തൃത്വത്തെ പറ്റി പറയുന്നത്, ഇറ്റ്സ് മൗൾഡിംഗ് ദം ആൻഡ് റിഫൈനിങ് അസ് എന്നാണ്. കുട്ടികളെ നമ്മൾ വാർത്തെടുക്കുകയാണ്, അതോടൊപ്പം നമ്മളെ പരിഷ്കരിക്കുകയും ചെയ്യുകയാണ്. നമ്മളൊരു കുട്ടിയെ നല്ല രൂപത്തിൽ പറഞ്ഞു വളർത്തുമ്പോൾ ആ കുട്ടിയെ ഒരു നല്ല കാര്യം പറഞ്ഞു കൊടുക്കുന്നു എന്നതിനപ്പുറം നമുക്കും ചില മാറ്റങ്ങൾ അതിലൂടെ ഉണ്ടാവുന്നു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. മറിച്ചു പള്ളിയിലേക്ക് സുബഹി നമസ്കാരത്തിന് ജമാഅത്തിന് പോകുമ്പോൾ ഉപ്പയുടെ കൂടെ കൈ പിടിച്ചു വരുന്ന ഒരു ചെറിയ മകനുണ്ടെങ്കിൽ എത്രത്തോളം കൺകുളിർമ നൽകുന്ന കാഴ്ചയായിരിക്കും അത്. അത്തരത്തിൽ നമ്മുടെ മക്കളെ മാറ്റിയെടുക്കാൻ ഖുർആൻ പാരായണം എന്നും എല്ലാ ദിവസവും വീട്ടിൽ ഒരുമിച്ചിരുന്ന് വാപ്പയും ഉമ്മയും മക്കളും എല്ലാം ഒന്നിച്ച് ഖുർആൻ പാരായണം ചെയ്യാൻ ചില സമയം കാണുന്ന ഒരു വീടിന്റെ അന്തരീക്ഷം.
എല്ലാവരും ഒന്നിച്ച് ദിക്റുകൾ ചൊല്ലാൻ ചില സമയം കാണുന്ന കുട്ടികളും ഉപ്പയും ഒക്കെ ഒരുപോലെ സ്വതക്ക നൽകാൻ, കുട്ടികളുടെ ഹുണ്ടിക വലിയ ഒരു സംസ്കാരം ഉണ്ടാക്കുക, അത്തരം കുട്ടികൾ പോലെ സംസ്കാരം ഉണ്ടാക്കി സ്വതക്ക നൽകാൻ പ്രേരിപ്പിക്കുന്ന, കുട്ടികളെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ പല സംസ്കാരങ്ങളും അതബുകളും, ഒരു അതിഥി വന്നാൽ എങ്ങനെ പെരുമാറണം എന്നെല്ലാം പഠിപ്പിച്ചുകൊണ്ട് ഇസ്ലാമികമായ അന്തരീക്ഷത്തിൽ ആ കുട്ടികളെ ചെറുപ്പം മുതലേ വളർത്തുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും ഒരു പരിധി വരെ. മറിച്ച് ഇപ്പോൾ ഉണ്ടാവുന്നത്, കുട്ടികൾക്ക് മുമ്പിൽ മാതൃകയാവുന്നത് സിനിമ കാണുന്ന ഉപ്പയാണ്, സീരീസ് കാണുന്ന, ഷോർട്ട് ഫിലിം കാണുന്ന, പല റീലുകൾ കണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന, അത് ഗ്രൂപ്പിൽ ഫോർവേഡ് ചെയ്യുന്ന അത്തരം ഉപ്പമാരും ഉമ്മമാരും ഉണ്ടാവുമ്പോൾ ഈ കുട്ടി മാതൃകയാക്കുക മറ്റെന്താണ്? ആ ചിന്തയായിരിക്കും നമുക്ക് ഉണ്ടാവേണ്ടത്. നമ്മളാണ് യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് മാതൃകയാവേണ്ടത്. രണ്ടാമത്തെ വിഷയം, ഇഴയെടുപ്പമുള്ള ബന്ധം കുട്ടികളുമായിട്ട് ഉണ്ടാക്കുക എന്നതാണ്. ഒരിക്കലും വേർപിരിയാൻ കഴിയാത്ത രൂപത്തിൽ മറ്റെവിടെ പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്റെ ഉപ്പയുടെ അടുക്കലേക്ക് പോയി, എന്റെ ഉമ്മയുടെ അടുക്കൽ പോയി ഒന്ന് ആ മടിയിൽ കിടന്നാൽ, ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ വലിയ സമാധാനം ലഭിക്കുന്ന രൂപത്തിലേക്ക് നമ്മുടെ മക്കളെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം. പല രൂപത്തിലുള്ള പാരന്റിങ്ങിനെ പറ്റി പറയാറുണ്ട്. രക്ഷാകർതൃത്വം പല രൂപത്തിലുണ്ട്. ഒന്ന് ഒരു ഹെലികോപ്റ്റർ പാരന്റിങ് പറയാറുണ്ട്, അല്ലെങ്കിൽ CCTV പാരന്റിങ്. കുട്ടികളെ എപ്പോഴും നിരീക്ഷിച്ചുകൊണ്ട് എപ്പോഴും എന്താണ് അവർ ചെയ്യുന്നത് ഇങ്ങനെ നോക്കി 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 മാത്രം എപ്പോഴും ഒരു കഴുക കണ്ണുകളുമായി കുട്ടികളെ പിന്നാലെ നടക്കുന്ന ചില പാരന്റ്സ്, ചില രക്ഷിതാക്കൾ. ഇത് കുട്ടികൾക്ക് ഭയങ്കരമായ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുക എന്ന് പഠനങ്ങൾ പറയുന്നുണ്ട്. കുട്ടികളിൽ എന്തുമുണ്ടെങ്കിലും ഒരു അമിതഭാരം അടിച്ചേൽപ്പിക്കുന്ന, അവരെ യാതൊരു നിലയ്ക്കും പരിഗണിക്കാത്ത, ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം നൽകാത്ത, ഒരു സ്വാതന്ത്ര്യമുണ്ട് എന്ന് കുട്ടിക്ക് തോന്നുന്ന രൂപത്തിൽ അവനെ വളർത്താത്ത ഒരു പാരന്റിങ് ഇതൊരിക്കലും ഉണ്ടാവാൻ പാടില്ല. വേറെ ചില പാരന്റിങ് പറയുന്നത് റിലേ പാരന്റിങ് ആണ്. കുട്ടി ഒരുപക്ഷെ നാം പിന്നെ ഒരു ബിസിനസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ, നമുക്ക് വലിയൊരു ബിസിനസ്, ഒരു കച്ചവടം നമുക്കുണ്ടെങ്കിൽ ഈ കച്ചവടം എന്റെ കാലശേഷം എന്റെ മകൻ ഏറ്റെടുക്കണം, എന്റെ മകൾ ഏറ്റെടുക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു ഉപ്പ ആ കുട്ടിക്ക് 3 വയസ്സുള്ളെന്ന് ആലോചിക്കുന്നില്ല, ഇപ്പോൾ തന്നെ എങ്ങനെ ബിസിനസ്സുകാരനാക്കാം എന്നായിരിക്കും ചിന്തിക്കുന്നുണ്ടാവാം. ഈ തരത്തിലുള്ള രക്ഷാകർതൃത്വവും വലിയ രൂപത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കും. മറ്റൊന്ന് NB പാരന്റിംഗ് ആണ്. അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും എനിക്കെന്തോ പണ്ട് കാലത്തൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, എന്റെ മക്കൾ അത് നികത്താൻ അവർ കാരണമാവണം. പണ്ട് കാലത്ത് എനിക്ക് പഠിക്കുമ്പോൾ ഡോക്ടർ ആവാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കഴിഞ്ഞില്ല, എന്റെ മകൻ അതുകൊണ്ട് ഡോക്ടർ ആവണം എന്ന് കരുതി ചെറിയ പ്രായം മുതൽ തന്നെ നിർബന്ധിച്ച് ആ രൂപത്തിലേക്ക് എത്തിക്കുന്ന ഒരു തരത്തിലുള്ള രക്ഷാകർതൃത്വം. മറ്റൊന്ന്, ഇതിലൊന്നിലും ഇടപെടാത്ത രൂപത്തിൽ കുട്ടികൾ എന്തോ ആയിക്കോട്ടെ, ഞാൻ എന്റെ ജോലിയും എന്റെ കച്ചവടവും എന്റെ തിരക്കുമായി മുന്നോട്ട് പോകും എന്ന് ചിന്തിക്കുന്ന രക്ഷിതാക്കളെയും കാണാൻ കഴിയും. ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ നമുക്ക് ഉണ്ടാവേണ്ടത്. മക്കൾക്ക് കൃത്യമായി ഷെയർ ചെയ്യാനുള്ള, പരസ്പരം പങ്കുവയ്ക്കാനുള്ള ഒരു ഇടം നൽകുന്ന രക്ഷിതാക്കളായി നമുക്ക് മാറാൻ സാധിക്കണം. ഒരുപക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, സ്കൂൾ വിട്ട് നമ്മുടെ കുട്ടി വന്നു കഴിഞ്ഞാൽ ആ സ്കൂളിൽ അന്ന് നടന്ന മുഴുവൻ വിശേഷങ്ങളും സ്വന്തം ഉമ്മയോടും ഉപ്പയോടും ഷെയർ ചെയ്യാൻ, അത് പങ്കുവയ്ക്കാൻ ഒരു ഇടം ആ കുട്ടിക്ക് വേണം. ഒരുപക്ഷെ ചായ കുടിക്കുന്ന സമയത്തായിരിക്കാം, ചായ കുടിച്ച് കഴിയുന്നത് വരെ ആ കുട്ടി അന്നത്തെ മുഴുവൻ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുവെങ്കിൽ എത്രത്തോളം മനോഹരമായിരിക്കും ആ കുടുംബം. അതുപോലെ തന്നെ രാത്രി ഒന്നിച്ച് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഉപ്പയ്ക്ക് അന്നുണ്ടായ ഓഫീസിലെ കാര്യങ്ങൾ പറയാം, ഉമ്മയ്ക്ക് വീട്ടിലുമായി ബന്ധപ്പെട്ടുണ്ടായ കാര്യങ്ങളൊക്കെ പറയാം. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയം ഉണ്ടെങ്കിൽ ആലോചിച്ച് നോക്കൂ. പക്ഷെ മറിച്ചിപ്പോൾ ഉണ്ടാവുന്നത്, എല്ലാവരും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പോലും സ്വന്തം ഫോണിൽ ഒറ്റയ്ക്ക് മാറി ഇരുന്ന് ടിവിയുടെ മുമ്പിൽ ഒക്കെ കഴിക്കുന്ന ഒരു അവസ്ഥ കാണാൻ കഴിയും. ഇതൊന്നുമല്ലാതെ എപ്പോഴും പങ്കുവയ്ക്കാൻ, എന്തും തുറന്നു പറയാനുള്ള ചില ഇടങ്ങൾ നമ്മുടെ വീടുകൾ നൽകാൻ, അവർക്ക് വേണ്ട സമയങ്ങൾ നിശ്ചയിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഒരുപക്ഷെ രാത്രി നമുക്ക് തിരക്കുകൾ ഉണ്ടാവാം. ഒരു ഉപ്പ എന്ന നിലയ്ക്ക് രാത്രി നമ്മുടെ കച്ചവടമോ ജോലിയോ ഒക്കെ ആവശ്യമാർത്ഥമായി പല തിരക്കുകളും ഉണ്ടാവാം. പക്ഷെ നമ്മുടെ മക്കൾക്ക് നിശ്ചിതമായ സമയം അതിൽ നിന്ന് മാറ്റി വെക്കാനുള്ള ഒരു ശ്രദ്ധ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതുപോലെ തന്നെ മക്കളോട് കരുണയും ആർദ്രതയും കാണിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും മക്കളോട് വലിയ സ്നേഹമുള്ള ആളുകൾ തന്നെയാണ് നമ്മൾ എല്ലാവരും. പക്ഷെ ആ മക്കളോടുള്ള സ്നേഹം അത് പ്രകടിപ്പിക്കുന്നതിൽ എന്തോ ചില വീഴ്ചകൾ സംഭവിക്കുന്ന, മക്കളെ ഒന്ന് ചേർത്ത് പിടിച്ച് ഒന്ന് ഉമ്മ വെക്കാനോ ഒന്ന് ചുംബിക്കുവാനോ അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കുവാനോ പലപ്പോഴും മടിയുള്ള, അങ്ങനെ കെട്ടിപ്പിടിച്ച് ആകാശം ഇടിഞ്ഞു വീഴുന്ന ഒരു പ്രതീതി തോന്നുന്ന ചില രക്ഷിതാക്കളെയും കാണാൻ സാധിക്കും. എന്തൊരു വൈരുദ്ധ്യമാണത്. നമ്മളെല്ലാവരും പെരുന്നാൾ നമസ്കാരത്തിന്, ഈദ്ഗാഹുകൾക്ക് ശേഷം പരസ്പരം കെട്ടിപ്പിടിക്കാറുണ്ട്. അത് ആ ആലിംഗനം എന്നത് ഒരു സുന്നത്തിന്റെ രൂപത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യമാണ്. എന്നാൽ അതേ ആലിംഗനം സ്വന്തം മക്കളോട് ചെയ്യാൻ എന്തോ ചെറിയ മടിയുള്ള ചില കൂട്ടം രക്ഷിതാക്കളെയും കാണാൻ കഴിയും. ഉമ്മ എന്നാൽ കുട്ടികൾക്ക് മനസ്സിലുണ്ടാവുക എപ്പോഴും അത് പാടില്ല, ഇത് പാടില്ല, അരുത് അരുത് എന്ന് പറയുന്ന ഒരു കൂട്ടം പിന്നെ ഒരു പ്രതീതിയാണ് ഉമ്മയെ പറ്റി കുട്ടികൾക്ക് മനസ്സിലുണ്ടാവുക. ഉപ്പ എന്നാൽ എല്ലാം കാർക്കശ്യത്തോടു കൂടി വളരെ ഗൗരവത്തോടു കൂടി കാണുന്ന ഒരു ഉപ്പയായി മാറുന്ന ഒരു സാഹചര്യം. ഒരിക്കലും നമ്മൾ അങ്ങനെ ആവാൻ പാടില്ല. നമ്മളിൽ ഉണ്ടാവുന്ന മാറ്റം എന്നത് പ്രവാചകൻ സ്വലം പഠിപ്പിച്ച മാറ്റങ്ങളാണ്. നോക്കണം, പ്രവാചകൻ സ്വലം ഒരിക്കൽ പിന്നെ തന്റെ പേരമകനായ ഹസൻ റളിയല്ലാഹു അൻഹു പ്രവാചകൻ ഒരിക്കൽ എടുത്ത് ചുംബിക്കുകയാണ്. ഇത് കണ്ട ഒരു സ്വഹാബി പ്രവാചകൻ സ്വല്ലല്ലാഹു ചോദിക്കുന്നുണ്ട്, പ്രവാചകരെ, എനിക്ക് 10 പേരക്കുട്ടികളുണ്ട്, ഈ 10 പേരക്കുട്ടികളെയും ഒരിക്കൽ പോലും ചുംബിച്ചിട്ടില്ല എന്ന് പ്രവാചകനോട് ഇങ്ങനെ ആത്മകഥ നടത്തുകയാണ്. പ്രവാചകൻ സംബന്ധിച്ച് പറയുന്ന ഒരു വാക്ക്, മൻ ലാ യർഹമു ലാ യുർഹം. ആരാണോ ഭൂമിയിൽ നിങ്ങൾ കരുണ കാണിക്കാത്തത് അവരോട് അള്ളാഹുവും കരുണ കാണിക്കപ്പെടുകയില്ല കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ ആ കുട്ടികളെ ആ രൂപത്തിൽ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട്, കരുണ പ്രകടിപ്പിച്ചുകൊണ്ട് തന്നെ വളർത്തിയെടുക്കാൻ ശ്രദ്ധിക്കുന്നത് പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഒരിക്കൽ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ ഖുത്ബ പറയുന്ന സമയത്ത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ, ആ 2 സഹാബിമാരും ചെറിയ കുട്ടികളാണ്. അപ്പോ അവര് പള്ളിയിലേക്ക് കയറി വരുന്നുണ്ട്, ഓടി വരുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ പ്രവാചകൻ മിമ്പറിൽ നിന്ന് ഇറങ്ങി ആ കുട്ടികളെ ചേർത്ത് പിടിച്ച് അവരെ ലാളിച്ചതിന് ശേഷം വീണ്ടും മിമ്പറിൽ കയറി ഖുത്ബ തുടരുന്ന സാഹചര്യം ഉണ്ട്. എങ്ങനെയാണ് റസൂലിനെ
കഴിയുന്നത് അത്രമേൽ കുട്ടികളുമായി ഗാഠമായ ബന്ധം, അവരുടെ മനസ്സറിഞ്ഞുകൊണ്ട് എന്താണ് അവർ ആവശ്യപ്പെടുന്നത് അതനുസരിച്ച് പെരുമാറാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ നമസ്കരിച്ചുകൊണ്ടിരിക്കെ, നമസ്കാരത്തിൽ സുജൂദിലേക്ക് പോവാണ്. സുജൂദ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്റെ ചുമലിൽ കയറിയിരിക്കുന്ന പേരക്കുട്ടികൾ ആന കളിക്കുകയാണ് എന്ന ധാരണയിലാണ് അവർ റസൂലിന്റെ ചുമലിൽ കയറിയിരിക്കുന്നത്. അവർ അവിടെ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ആ സുജൂദ് അങ്ങനെ ദീർഘിപ്പിച്ച് പോവാണ്. ആ കുട്ടികൾ എപ്പോഴാണ് അവിടെ നിന്ന് മാറിയിരിക്കുന്നത്, അപ്പോഴാണ് സുജൂദ് നിന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേൽക്കുന്നത്. എത്ര വലിയ മാതൃകയാണത് ആലോചിച്ച് നോക്കൂ. ഇതേ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളുടെ കരച്ചിൽ കേട്ടു എന്നതുകൊണ്ട് തന്നെ തന്റെ നമസ്കാരം വളരെ പെട്ടെന്ന് അവസാനിപ്പിച്ച ഒരു ഹദീസ് നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ കുട്ടികളുടെ മനസ്സറിഞ്ഞ് അവർ എന്താണ് നമ്മിൽ നിന്ന് ആവശ്യപ്പെടുന്നത് ആ രൂപത്തിൽ അവരോട് പെരുമാറുന്ന രക്ഷാകർത്തൃത്വമായി അങ്ങനെയുള്ള രക്ഷിതാക്കളായി മാറാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും നിരന്തരം ഉപദേശം നൽകുന്നത് കാണാൻ കഴിയും. ഉപദേശം നൽകുന്നതിന് മുമ്പ് അവർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാൻ നമ്മൾ പലപ്പോഴും സമയം കൊടുക്കാറില്ല. എത്ര വലിയ കൊലപാതകം ചെയ്ത വ്യക്തിയാണെങ്കിലും ആ വ്യക്തിക്ക് ആ ജഡ്ജിയുടെ മുമ്പിൽ പോയി അവസാനമായി കുറ്റം പറയുന്നതിന് മുമ്പ്, ഒരു വിധി പറയുന്നതിന് മുമ്പ് തനിക്ക് പറയാനുള്ളത് മുഴുവൻ പറയാനുള്ള സമയം ആ ജഡ്ജി കൊടുക്കാറുണ്ട്. എന്നാൽ നമ്മൾ എന്ന ജഡ്ജി നമ്മുടെ വീട്ടിൽ നമ്മുടെ മക്കൾക്ക് എത്ര കണ്ട് സമയം കൊടുക്കാറുണ്ട്? അവർക്ക് എന്തെങ്കിലും പറയാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്ത് ഉപദേശങ്ങളുടെ ഒരു വലിയ തീച്ചൂൾ അങ്ങോട്ട് നെയ്യുന്ന പല രക്ഷിതാക്കളെയും കാണാൻ സാധിക്കും. ഒരിക്കലും ഈ രൂപത്തിലുള്ള ആളുകളെ നമ്മൾ മാറാൻ പാടില്ല. നമ്മുടെ സ്നേഹം അത് പ്രകടിപ്പിക്കാനുള്ളതാണ്. അത് പ്രകടിപ്പിച്ചാൽ യാതൊരു നഷ്ടവും നമുക്കുണ്ടാവില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. മാത്രമല്ല, നമ്മൾ പ്രകടിപ്പിക്കുന്നില്ല എങ്കിൽ, ഉള്ളിൽ എത്ര തന്നെ സ്നേഹമുണ്ടെങ്കിലും മക്കളോടത് നന്നായി പറയുന്നില്ല, സംവദിക്കുന്നില്ല എങ്കിൽ ഒരുപക്ഷെ ആ മക്കൾ നാളെ നമ്മൾ വാർദ്ധക്യത്തിലാവുന്ന സമയത്തും ഇങ്ങനെ തന്നെയായിരിക്കും. നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാത്ത മക്കളായി അവർ മാറിയേക്കാം എന്ന ചിന്തയായിരിക്കണം നമുക്ക് ഏവർക്കും ഉണ്ടാവേണ്ടത്. നാലാമതായിക്കൊണ്ട് മക്കൾക്ക് ആവശ്യമായ തർബിയത്ത് നൽകാൻ നമുക്ക് സാധിക്കണം. പല രക്ഷിതാക്കളും പറയാനുള്ള കാര്യമാണ്, ഞാൻ 9 വരെ എന്റെ കുട്ടീനെ മദ്രസ പഠിപ്പിച്ചു, 9ാം ക്ലാസ് വരെ മദ്രസ പഠനം കൊടുത്തു, പിന്നെ എല്ലാ ആഴ്ചയും CRE ക്ലാസ്സുകളിലൊക്കെ പങ്കെടുപ്പിക്കുന്നുണ്ട്, ഓൺലൈനിൽ കുറെ പിന്നെ ദീനീ സംരംഭങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്, അതോടെ എന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്ന് പറയുന്ന ചില രക്ഷിതാക്കളെ കാണാൻ സാധിക്കും. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, തെറ്റുകൾ പലപ്പോഴും നമ്മൾ അവരെ എങ്ങനെയാണോ തിരുത്താറുള്ളത് അതുപോലെ തന്നെ നന്മകളിൽ അവരെ പ്രോത്സാഹിപ്പിച്ച് ഒപ്പം ചേർത്ത് കൊണ്ടുവന്നാലേ, അതിന് പ്രായപരിധിയൊന്നുമില്ല. 9ാം ക്ലാസ് മദ്രസ എന്നതല്ല അതിന്റെ പ്രായപരിധി. അവർ വളർന്നു വരുന്ന നമ്മുടെ കൂടെ ഉണ്ടാവുന്ന ഏതെല്ലാം സമയങ്ങളുണ്ടോ അപ്പോഴൊക്കെ തെറ്റുകൾ തിരുത്താനും നന്മകളെ പ്രോത്സാഹിപ്പിക്കാനും കഴിയുന്ന ഒരു പരിസ്ഥിതി നമുക്ക് നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. ഒരു അവധി ദിവസം നമുക്ക് ലഭിക്കുകയാണെങ്കിൽ, ഇപ്പൊ മറ്റന്നാൾ ഞായറാഴ്ച ഒരു അവധിയാണ്, ആ അവധി ദിവസത്തെ എങ്ങനെ മക്കളുമായി നല്ലൊരു ബന്ധം സൂക്ഷിക്കാൻ അത് കാരണമാക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു രക്ഷിതാവ്, ആ രക്ഷിതാവ് എന്തായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക? ആ അവധി ദിവസത്തിലെ, ഞായറാഴ്ച ദിവസത്തിലെ ഞാൻ വീട്ടിൽ ഒഴിവുള്ള, എന്റെ വീട്ടിൽ എന്റെ മക്കളും കുടുംബവുമായി ജീവിക്കാൻ കഴിയുന്ന ആ ദിവസത്തെ ഞാൻ ഏറ്റവും എഫക്റ്റീവ് ആക്കാൻ, ദീനീപരമായി നല്ല മാതൃക കാണിച്ചു കൊടുക്കാൻ 5 വക്ത് നമസ്കാരവും ഞാൻ പള്ളിയിൽ പോയി നമസ്കരിക്കും. എന്റെ മകൻ അല്ലെങ്കിൽ എന്റെ മകൾ, എന്റെ ചെറിയ കുട്ടി, ആ കുട്ടിയെ കൂടെ ഞാൻ എന്റെ മകനെ ഒപ്പം കൈ പിടിച്ച് പള്ളിയിലേക്ക് 5 നേരം കൊണ്ടുപോകും എന്ന് ചിന്തിച്ചുകൊണ്ട് മാറ്റാൻ നമുക്ക് സാധിക്കില്ലേ? ചെറിയ സമയം മാറ്റി വെക്കുകയാണെങ്കിൽ ഖുർആനിലെ ചെറിയ സൂറത്തുകൾ, ആ സൂറത്തുകൾ പരസ്പരം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാം, അത് ഓദിക്കാം, കുട്ടികളോട് ഓതി കേൾപ്പിക്കാം, അതിൽ തജ്വീദ് നിയമങ്ങൾ പരസ്പരം തിരുത്താം. അങ്ങനെ എന്തൊക്കെ ചെയ്യാൻ കഴിയും? ചില പ്രധാനപ്പെട്ട പ്രാർത്ഥനകൾ, നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ, മയ്യിത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ. നമ്മുടെ മക്കളിൽ എത്ര പേർക്ക് മയ്യിത്ത് നമസ്കാരത്തിൽ നമ്മൾ നാളെ മരിച്ച് ഖബറിലേക്ക് പോകുമ്പോഴേ അവിടെ ഇമാമ നിൽക്കേണ്ടത് നമ്മുടെ മകനാണ് എന്ന ധാരണ നമുക്ക് ഉണ്ടാവണം. ആ കുട്ടികൾക്ക് എത്ര പേർക്ക് മയ്യിത്ത് നമസ്കാരത്തിലെ പ്രാർത്ഥന തെറ്റാതെ അർത്ഥമറിഞ്ഞ് ആത്മാർത്ഥമായി ചൊല്ലാൻ കഴിയും? ആ ചിന്തയുള്ള രക്ഷിതാവ് കൃത്യമായ ഒരു അവധി ദിവസം കിട്ടുമ്പോൾ അത് പഠിപ്പിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ തന്നെ നല്ല സ്വഭാവങ്ങൾ പഠിപ്പിക്കാൻ, വലത് കൈ എന്തുകൊണ്ടാണ് വലതിനെ മുന്തിക്കുന്നത്, എപ്പോഴൊക്കെയാണ് മുന്തിപ്പിക്കേണ്ടത്, നല്ല സ്വഭാവങ്ങൾ, നല്ല ചിരി, പുഞ്ചിരിയെ പറ്റി പറഞ്ഞു കൊടുക്കുക, സലാം വ്യാപിക്കുന്നതിനെ പറ്റി പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ ചെറിയ ചെറിയ സ്വഭാവ ശീലങ്ങൾ മുതൽ പലപ്പോഴും നമുക്ക് ഒഴിവുള്ള സമയത്ത് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. അതുപോലെ തന്നെ ഒരു അവധി ദിവസത്തെ കൃത്യമായി ചിട്ടയോടുകൂടി പ്ലാൻ ചെയ്യാൻ, പലപ്പോഴും കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം എന്നത് ചിട്ടയില്ലായ്മയാണ്. ഒരു അവധി ദിവസം കിട്ടി കഴിഞ്ഞാൽ രാവിലെ 10-11 മണി വരെ കടന്നുറങ്ങുക. ഇന്ന് കുട്ടികൾ കണ്ടുവരുന്ന വലിയൊരു സ്വഭാവ മാറ്റാണത്. ഈ സ്വഭാവമുള്ള ഒരു കുട്ടിയെ നമുക്ക് മാറ്റാൻ എങ്ങനെ കഴിയാം? ആ കുട്ടിക്ക് തലേ ദിവസം തന്നെ കൃത്യമായ ഒരു ധാരണ പറഞ്ഞു കൊടുക്കുക. അടുത്തൊരു ദിവസം നിനക്ക് ഒഴിവുള്ള ദിവസമാണ്, ഈ ദിവസം സുബഹി നമസ്കാരം 5:50 ജമാഅത്ത് ഇവിടെ ഉള്ളത്, ആ സമയത്ത് തന്നെ നീ പള്ളിയിലേക്ക് എത്തണം, ഞാനും പോവും, എന്റെ കൂടെ നീയും വരണം, നേരത്തെ പറഞ്ഞു കൊടുക്കുക. ആ ദിവസത്തിന്റെ പ്ലാൻ നേരത്തെ ഉണ്ടാക്കി അത് കൃത്യമായി പറഞ്ഞു, പിന്നെ ഒപ്പം ചേർന്നും പറഞ്ഞു കൊടുത്തും മാതൃകയായിക്കൊണ്ട് അത് ഫോളോ ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇങ്ങനെ കുട്ടികളെ ചേർത്ത് പിടിക്കാൻ, പക്ഷേ മൊബൈൽ ഫോണാണ് കുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. ഈ മൊബൈലിനെ എപ്പോഴാണ് മൊബൈൽ എടുക്കുന്നത്, എന്തിനാണ് മൊബൈൽ എടുക്കുന്നത് എന്ന 2 ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും മൊബൈൽ ഉപയോഗിച്ചോ എന്നൊരു ധാരണ കൊടുക്കാൻ പറ്റും. അങ്ങനെ അവരുമായി ഏറ്റവും നല്ല ബന്ധമുണ്ടാക്കുന്ന, ഉപദേശിക്കുമ്പോൾ പോലും നല്ല ഭാഷയിൽ ഉപദേശിക്കുന്ന സുഹൃത്ത്, നമുക്കറിയാം ലുഖ്മാൻ അലൈഹിസ്സലാം തന്റെ മകന് കൊടുത്ത ഉപദേശങ്ങൾ, 10 ഉപദേശങ്ങൾ ഖുർആനിൽ പറയുന്നുണ്ട്. ആ 10 ഉപദേശങ്ങൾ പറയുമ്പോഴും യാ ബുനയ്യ, അല്ലയോ മകനെ എന്ന് പറഞ്ഞുകൊണ്ട് ഉപദേശിക്കുന്ന ആ ഉപദേശങ്ങളെല്ലാം വലിയ മാതൃകകളാണ്. അവരുടെ സ്വഭാവത്തിൽ, പെരുമാറ്റത്തിൽ എങ്ങനെ നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കാം, ചെറിയ സംസാരങ്ങളിൽ പോലും അവരെങ്ങനെ ചേർത്ത് പിടിക്കാം എന്നുള്ള മാതൃകയാണ്. അതുപോലെ തന്നെ 5-മതായിക്കൊണ്ട് നന്നായി പ്രാർത്ഥിക്കുക.
കാലം ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും. ഒരുപക്ഷെ 2-3 വർഷങ്ങൾ കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കില്ല വാർത്തകൾ വരിക. പേപ്പറുകളും ന്യൂസൊക്കെ വരുമ്പോൾ ഇത്തരത്തെ തിന്മകൾ മാത്രമായിരിക്കും സാർവത്രികമായി നമ്മൾ കാണുക. അപ്പോഴും നമ്മുടെ മക്കൾ ദീനി മാർഗത്തിൽ അടിയുറച്ച് നിൽക്കാൻ വേണ്ടി നന്നായി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് ഒഴിവ് കിട്ടുമ്പോൾ ആത്മാർത്ഥമായി, സലഫുകളെ പറ്റി പറയാറുണ്ട്, കുട്ടികൾ ജനിക്കുന്നതിന് മുമ്പും ജനിച്ചതിന് ശേഷവും ഒക്കെ ഒരുപോലെ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകളായിരുന്നു അവർ. തന്റെ മകനെ ഭാര്യ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് സ്വാലിഹായ മകനായി കൺകുളിർമുള്ള മക്കളായി മാറ്റണമെന്ന് നേരത്തെ പ്രാർത്ഥിക്കുന്ന അതേ ആത്മാർത്ഥതയോടെ തന്നെ കുട്ടികൾ ഭാവിയിൽ വളർന്നു വരുമ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മുൻഗാമികൾ നമുക്ക് കാണാൻ കഴിയും. മനസ്സിലാക്കണം, ആ രൂപത്തിൽ. നമുക്കറിയാം, മുറിഞ്ഞു പോകാത്ത 3 കാര്യങ്ങളെ പറ്റി ഹദീസിൽ കാണാൻ കഴിയും. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഉണ്ടാവുന്ന, ജാരിയായി നമ്മുടെ ഒപ്പം ഉണ്ടാവുന്ന 3 കാര്യങ്ങൾ. വലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മകൻ, ഒരു സ്വാലിഹായ ഒരു മകനുണ്ടോ അതാണ് നമുക്ക് ബാക്കി ഉണ്ടാവുക എന്ന് പറയുമ്പോൾ ആ മക്കളെ ചേർത്ത് പിടിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം നമുക്കുണ്ട്. നാളെ ഒരുപക്ഷെ നമ്മളെല്ലാവരും ഇപ്പോ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ മക്കളെ ഇമാമത്ത് നിർത്തി ആ മകന്റെ പിന്നിൽ നമ്മൾ നമസ്കരിക്കുന്നത്, അങ്ങനെ ഒരു ചിട്ട നമുക്കുണ്ടെങ്കിലേ നാളെ നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ, നാം മരണപ്പെട്ട് നമ്മുടെ മയ്യത്ത് അവിടെ മുമ്പിൽ വെക്കുമ്പോൾ ആ മയ്യത്തിന് പിന്നിൽ നിന്നുകൊണ്ട്, ആ മയ്യത്തിന് ഇമാമ നിന്നുകൊണ്ട് നമ്മുടെ മകനും നമ്മുടെ മകൾക്കും നമസ്കരിക്കാൻ കഴിയൂ എന്ന ചിന്ത നമുക്ക് ഉണ്ടാവണം. അത്തരത്തിൽ മക്കളെ ചേർത്ത് പിടിക്കാൻ, അവരെ കൺകുളിർമയുള്ള മക്കളായി മാറ്റാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരങ്ങളെ, നമ്മുടെ മക്കൾ അവർ ജീവിച്ചു വരുന്ന സാഹചര്യം പലപ്പോഴും ജീവിതത്തെ അടിച്ചു പൊളിക്കാനും ആസ്വദിക്കാനും മാത്രം ചിന്തിച്ചുകൊണ്ട്, ജീവിതം എന്നാൽ അതൊന്നല്ലേ ഉള്ളൂ, ആ ഒരു ജീവിതത്തെ കണ്ട് ആസ്വദിക്കണം എന്ന് മാത്രം ചിന്തിക്കുന്ന, യു ഓൺലി ലിവ് വൺസ് എന്നൊക്കെയുള്ള പല മുദ്രാവാക്യങ്ങളും പറയുന്ന, യോളോ എന്നൊക്കെ പറഞ്ഞ ടീഷർട്ടുകൾ കാണാൻ കഴിയും. അങ്ങനെ ജീവിക്കുന്ന ആ ഒരു ചിന്താഗതി പേര് നടക്കുന്ന ആളുകൾക്ക് പലപ്പോഴും ആഘോഷത്തിന്റെ ഒരു ത്വര മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അവർക്ക് ലഹരിയാവട്ടെ, ലൈംഗികമായ ആഭാസങ്ങളാവട്ടെ, പല രൂപത്തിലുള്ള നിരീശ്വര നിർമ്മത പ്രസ്ഥാനങ്ങളുടെ ആശയങ്ങളാവട്ടെ, ഇതൊന്നും ഒരു പ്രശ്നമേ ആയിരിക്കില്ല. അതെല്ലാം അവർ നോക്കിക്കാണുന്നത് ജീവിതത്തെ കണ്ട് അടിച്ചു പൊളിച്ച് ആസ്വദിക്കുക എന്ന ഒരു ചിന്ത മാത്രമായിരിക്കും ഉണ്ടാവുക. ഇത്തരത്തിൽ വളർന്നു വരുന്ന ആ കുട്ടികളെ മതപരമായുള്ള എല്ലാ ചിട്ടകളും ശിക്ഷണങ്ങളും കൊടുത്തുകൊണ്ട് മാതൃകാപരമായി നല്ല രക്ഷാകർത്തത്തിലൂടെ ചേർത്ത് പിടിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. നാം മനസ്സിലാക്കേണ്ടത്, ഇത്തരത്തിൽ ചിന്തിക്കുന്ന മക്കളോടും നാം ഏവരും ചിന്തിക്കേണ്ട ഒരു കാര്യം, മരണം എന്നത് ഏത് നിമിഷവും കടന്നു വരാവുന്ന ഒന്നാണ്. നാം എത്ര തന്നെ ആസ്വദിക്കാനുള്ള രൂപത്തിൽ ഈ ഭൂമിയിലെ എന്ത് തന്നെ വിഭവങ്ങൾ നമ്മൾ ആസ്വാദ്യകരമായ രൂപത്തിൽ നോക്കിക്കാണുന്നുവെങ്കിലും ഈ ആസ്വാദനങ്ങളെല്ലാം കരിച്ചു കളയുന്ന ഒരു ഫുൾ സ്റ്റോപ്പ് നമുക്ക് ജീവിതത്തിൽ വരാനുണ്ട്. ആ ഫുൾ സ്റ്റോപ്പ് എന്നത് നമ്മുടെ മരണമാണ്. ആ മരണത്തിന് ശേഷമാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുക എന്നും ആ മരണസമയത്ത് വിലപിക്കുന്ന രംഗം ഖുർആൻ പറയുന്നുണ്ട്. ഒരു ഇത്തിരി സമയം നീട്ടിക്കൊണ്ട് റബ്ബേ ഫയഖൂല റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്വദഖ വഅകും മിനസ് സ്വാലിഹീൻ. റബ്ബേ ഒരു ഇത്തിരി സമയം എനിക്ക് പിന്തിപ്പിച്ചു റബ്ബേ എന്ന് പറയുന്ന ആ വിലാപത്തിന്റെ ഒരു കരച്ചിൽ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ സമയത്ത് ഒരു നിമിഷമല്ല, ഒരു അര നിമിഷം പോലും റബ്ബ് നമുക്ക് പിന്തിപ്പിച്ചു തരികയില്ല എന്ന് തൊട്ടടുത്ത ആയത്തിൽ ആ വ്യക്തിയുടെ അവധി എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു നിമിഷം അപ്പുറം നീട്ടിത്തരികയില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മരണം ഏത് നിമിഷമാണ്, എപ്പോഴാണ്, എവിടെ വെച്ചാണ് വരിക എന്ന് നമുക്ക് ആർക്കും അറിയില്ല. അതിനു മുമ്പ് ജീവിതത്തിന്റെ യഥാർത്ഥ ആസ്വാദനങ്ങളായ മതപരമായ മൂല്യങ്ങൾ കൃത്യമായി മുറുകെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിന് കീഴുനീക്കൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകളെ ശിരസാ വഹിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ജീവിക്കുവാനും നല്ല മക്കളെ നന്നായി പുതിയൊരു തലമുറയെ വാർത്തെടുക്കുന്ന പ്രക്രിയയിൽ നമ്മളും പങ്കാളികളാണെന്ന് ഓർപ്പിക്കുകയാണ്. അള്ളാഹുവിന്റെ തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മക്കളിൽ കൺകുളിർമ നൽകുന്ന, നാളെ നമുക്കും അവർക്കും ഒക്കെ അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ സംഭവിച്ചു പോയിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ അള്ളാഹു അതെല്ലാം പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ ഉമ്മമാർ, ഉപ്പമാർ, നമ്മുടെ പണ്ഡിതന്മാർ, അള്ളാഹു അവർക്കെല്ലാം അവരുടെ ഖബറിടം വിശാലമാക്കി കൊടുത്ത് നമ്മളെയും അവരെയും അവരുടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ രോഗം കൊണ്ടും കഷ്ടതകൾ കൊണ്ടും പ്രയാസം കൊണ്ടും ഒക്കെ അനുഭവിക്കുന്ന ഒരുപാടധികം ആളുകളുണ്ട്. അവരുടെ രോഗവും കഷ്ടതയും എല്ലാം അള്ളാഹു എത്രയും പെട്ടെന്ന് ദൂരീകരിച്ച് ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാടധികം ആളുകൾ, ഫലസ്തീൻ അടക്കമുള്ള ഒരുപാട് പ്രദേശങ്ങളിൽ ഇപ്പോഴും ദുരിതം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ, അവർക്കെല്ലാം അള്ളാഹു സ്വാതന്ത്ര്യവും സമാധാനവും സംതൃപ്തിയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുമ്മ اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار اللهم انصر اخواننا المجاهدين في فلسطين اللهم انصر اخواننا المجاهدين في فلسطين اللهم انصر اخواننا المجاهدين في فلسطين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المظلمين والحمد لله رب العالمين.